നമസ്കാരം. തനിക്കെതിരായ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ കത്തിൽ അന്വേഷണം വേണമെന്ന് കെ സുധാകരൻ MP. അന്വേഷിച്ചാൽ മാത്രമേ കത്ത് ശരിയോ തെറ്റോ എന്ന് അറിയാൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ മത്സരിക്കാൻ സുധാകരൻ യോഗ്യനല്ല എന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം. എന്നാൽ ഹൈക്കമാൻഡിന് അയച്ച കത്ത് വ്യാജം എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നും തോട്ടട കീഴൂന്ന സൗത്ത് UP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം പ്രതികരിച്ചു. കണ്ണൂരിൽ മത്സരിക്കാൻ സുധാകരൻ യോഗ്യനല്ല എന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം. എന്നാൽ ഹൈക്കമാൻഡിന് അയച്ച കത്ത് വ്യാജം എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. UDF 100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നും സുധാകരൻ പറഞ്ഞു. സംസാരിക്കുന്നതിനിടെ സുധാകരന് നാക്കുപിഴയുണ്ടായി. തുടർഭരണം ഒരിക്കലും അവസാനിക്കില്ലെന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അപ്പോൾ തന്നെ തുടർഭരണം ഒരിക്കലും അനുവദിക്കില്ല എന്ന് തിരുത്തി. നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും നമ്മുടെ നാട്ടിലെ എല്ലാ അനുഭാവികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നു എന്നാണ് എനിക്ക് എന്റെ പ്രവർത്തകന്മാരിൽ നിന്ന് കിട്ടിയ വിവരം. അതുകൊണ്ട് ഞാനതിൽ സംതൃപ്തനാണ്. നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 100 വരെയൊക്കെ പോകാം. തുടർഭരണം ഒരിക്കലും അവസാനിക്കൂല. അല്ല, തുടർഭരണം ഒരിക്കലും അനുവദിക്കില്ല. UDF അധികാരത്തിൽ വരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 100%. ആ 100% നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അതിങ്ങനെ കുറഞ്ഞ ദിവസമല്ലേ വേണ്ടൂ. അധിക ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആരാ ഭരിക്കുന്നത്. പേരാവൂരൊന്നും ഒരട്ടിമറി നടക്കാൻ സാധ്യതയില്ല. ഞാൻ ഇന്നലെയൊന്നും അല്ല ഞാനിത് ആ ഭാഗം പരിശോധിച്ചതാണ്. ആ പരിശോധനയിലൊന്നും വലിയ അപാകതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജയിക്കും. സണ്ണി വക്കീലിനെതിരായിട്ടുള്ളൊരു വികാരത്തിന്റെ പ്രതിഫലനമാണ് നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതും ചോദിക്കുന്നതും എല്ലാം. അത് അസത്യമാണ്. അത് ശരിയല്ലാത്ത വാർത്തയാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവിടെ ദയവായി അത് ഇന്നെങ്കിലും അവസാനിപ്പിക്കുക. ഏത് കത്ത്? കത്തിനെ കുറിച്ചിട്ട് അങ്ങനെ ആശങ്കയൊന്നുമില്ല. കത്ത് കൊടുത്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ടത്